ഹലോ ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണ പർച്ചേസിൻ്റെ വീഡിയോ ആണ്. അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ, കല്യാണത്തിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പെരിന്തൽമണ്ണയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാനുണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചിയുടെ മക്കളുണ്ട്, എല്ലാവരും കൂടി ഉണ്ട് കേട്ടോ. പിള്ളേരെല്ലാവരും കൂടി ഒരു രസമാണ് കേട്ടോ പോകാൻ. അങ്ങനെ വേണ്ടിയിട്ട് ഞങ്ങൾ പെരിന്തൽമണ്ണയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ഉച്ച സമയത്താണ് കേട്ടോ പോയിട്ടുണ്ട്. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. പിന്നെ ഞങ്ങളങ്ങനെ പോയി കേട്ടോ. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു പെരിന്തൽമണ്ണ ബി-മാർട്ടിലാണ് കേട്ടോ. ആദ്യം ഉണ്ടായിരുന്ന നമ്മുടെ ബെഡ ബസാറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് ബി-മാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കടകളൊക്കെ ഒന്ന് ഷോപ്പൊക്കെ ഒന്ന് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ബി-മാർട്ടിൽ അടിപൊളി കളക്ഷനാണ് കേട്ടോ, പറയാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളി കളക്ഷനാണ്. ഇവിടെ വന്ന് നോക്കുക തന്നെ വേണം കേട്ടോ. വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, വിഷു പ്രമാണിച്ച് ഇവർ ഓഫേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഓഫർ ഇട്ടിട്ടുണ്ട്. നല്ല ടോപ്പിന് നമുക്ക് ലേഡീസിനൊക്കെ പറ്റിയിട്ടുള്ള ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. കോട്ടൻ്റെ കുർത്തീസ് അതുകളൊക്കെ ഉണ്ട് കേട്ടോ. വിഷു പ്രമാണിച്ചാണ് ഓഫർ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അവർ. പിന്നെ ഇവിടെ പുതിയതായിട്ട് ഫാൻസീൻ്റെ ദൂഡിൻ സെക്ഷൻ കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഡ്രസ്സിനനുസരിച്ച് തന്നെ ഇവിടുന്ന് ഫാൻസി എടുത്തിട്ട് പോവാം കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ ഷോപ്പിലൊക്കെ കയറിയിട്ട് പിന്നെ ഞങ്ങൾ ഡ്രസ്സുകളൊക്കെ കാണുമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസും കുട്ടികളുടെ ആയാലും വലിയവരുതായാലും നല്ല കുർത്തീസും ടോപ്പും നമുക്ക് പറ്റിയ എഫേർട്ട് പ്രൈസായിട്ടുള്ള കുറേ ഡ്രസ്സുകളുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ സെക്ഷനിലേക്ക് ഇങ്ങനെ നടന്നു പോയി. നല്ല നല്ല ഡ്രസ്സ് കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ സറാറ മോഡലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ചേച്ചിക്കും എനിക്കും മോൾക്കും ഒക്കെ ഞങ്ങൾ സറാറ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എല്ലാവർക്കും ഒരുപോലത്തെ അല്ല, കളർ ചേഞ്ച് ആയിട്ടുള്ള വേറെ വേറെ മോഡൽസാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവർ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാനും മോളുമായിരുന്നു ഇപ്പോൾ വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല കസ്റ്റമർ സർവീസും അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഇതിൻ്റെ മുന്നേ ഇവർ വന്നപ്പോൾ ഇവർക്ക് ഡ്രസ്സൊക്കെ എടുത്തത് ആ ചേച്ചിയായിരുന്നു കേട്ടോ. ആ ചേച്ചീനെ തന്നെ ഞങ്ങളിപ്പോഴും വിളിച്ച് അവരെയും കൊണ്ട് തന്നെ എടുപ്പിച്ച് തന്നു കേട്ടോ. നല്ല പറയാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല കസ്റ്റമർ സർവീസാണ് കേട്ടോ ഇവിടെ. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടതൊക്കെ തിരഞ്ഞെടുക്കുകയായിരുന്നു കേട്ടോ. കൂടുതലൊന്നും വലിച്ചെടുപ്പിച്ചില്ല. ഈ പച്ച ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേച്ചി വെറുതെ എടുത്ത് നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സ് ഇതെങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളെ പെൺകുട്ടികൾ നമ്മൾ ഡ്രസ്സ് കണ്ടാൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ നോക്കണമല്ലോ. ഡ്രസ്സിനോട് ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലോ. ഓരോന്ന് കാണുമ്പോൾ ഇതാണ് ഭംഗി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയപ്പോൾ സെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അതെന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു. ഇനി അടുത്തത് മോൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. താഴത്താണ്, കുട്ടികളുടെ കിഡ്സിൻ്റെ താഴത്തായിരുന്നു. ഡ്രസ്സ് എടുക്കുന്നതിന് മുന്നേ മോൾ അവിടെ എന്തൊക്കെ കോപ്രായും കാര്യങ്ങളൊക്കെ കാട്ടുന്നുണ്ട് കേട്ടോ. ചേച്ചിയുടെ മോളും ഉണ്ട്, സറാറയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. മാറ്റി കളർ നമുക്ക് മാച്ചായിട്ടുള്ള അമ്മേൻ്റെ അങ്ങനെ തന്നെ മാച്ച് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കളറൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഓരോ ഇതെടുത്ത് ഇങ്ങനെ നോക്കി ചേഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് പറയുന്നത് പോലെ കിട്ടില്ല, കുറേ ഇട്ട് നോക്കിയാലേ ഉള്ളൂ കേട്ടോ സെറ്റായി കിട്ടുക. അങ്ങനെ ഒരു ഡ്രസ്സ് സെറ്റായി കിട്ടിയിട്ടോ. അപ്പോൾ അവൾക്ക് ഇട്ടൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ അത് സെറ്റായി കിട്ടിയിട്ടോ. ഒന്ന് ഷേപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ ആ ഡ്രസ്സ് തന്നെ എടുത്തോട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. ഈ ഡ്രസ്സ് തന്നെ എടുത്തോട്ടു. അവൾക്കും ഭയങ്കര ഇഷ്ടമായി. നല്ല ഷോളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അടുത്തതിന് ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കോട്ടൻ്റെ ടോപ്പുകൾ നോക്കാനാണ് കേട്ടോ. ഡെയിലി യൂസിൻ്റെ ടോപ്പുകൾ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. നല്ല ഡെയിലി യൂസിൻ്റെ ടോപ്പുകളൊക്കെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഓഫേഴ്സിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ. പിന്നെ അങ്ങനെ കിഡ്സിൻ്റെ ചെറിയ ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പാർട്ടി വെയർ ആയിട്ടുള്ള ചെറിയ ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നോക്കിക്കണ്ട് ഇങ്ങനെ നടക്കിയിരുന്നു കേട്ടോ. അമ്മയ്ക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു. അത് നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേറെ സെക്ഷനിലേക്ക് പോയി കേട്ടോ. അങ്ങനെ എല്ലാ ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബില്ല് പേ ചെയ്യാൻ കൊടുത്തു കേട്ടോ. അവിടെ വെയിറ്റിംഗ് ചെയ്യണമായിരുന്നു. ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മളത് ഫാൻസിയിലൊന്നും കയറാത്തത് നമുക്ക് പോരാൻ പറ്റില്ലല്ലോ. ഇത്രയും നല്ല കളക്ഷൻ, അടിപൊളി കളക്ഷനും കാര്യങ്ങളും കണ്ടാൽ പിന്നെ നമ്മൾ പെൺകുട്ടികളല്ലേ വിടുമോ. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് കയറി ചെന്ന് നോക്കിയിട്ടോ. നല്ല അടിപൊളി കമ്മലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഫാൻസി. പിന്നെ അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ പേ പോരുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് വേറെ സ്ഥലത്തേക്ക് പോകാണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.